നമസ്കാരം, ഞാൻ ഡോക്ടർ രജനീഷ്, കൺസൾട്ടന്റ് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ്, ആസ്റ്റർ മിംസ്, കാലിക്കറ്റ്. ഞാനിന്ന് പറയാൻ പോകുന്നത് ഗ്യാസ് ട്രബിളിനെ കുറിച്ചാണ്. എൻ്റെ ഈ ടോക്ക് ബേസിക്കലി രണ്ട് കാര്യത്തിനെ കുറിച്ചാണ്. ഗ്യാസ് ട്രബിൾ എന്തുകൊണ്ട് വരാം, നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ ഗ്യാസ് ട്രബിൾ. അതിന് പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ എന്താണ് ഈ ഗ്യാസ് എന്നാണ്. സാധാരണ രീതിയിൽ ഒരു നോർമൽ വ്യക്തിക്ക് കുടലുകളിൽ ഗ്യാസ് വളരെ നോർമലായിട്ട് കാണുന്നതാണ്. ഒരാൾക്ക് ഒരു 6 മുതൽ 20 പ്രാവശ്യം വരെ കീഴ്ശ്വാസവും അതല്ലെങ്കിൽ ഏമ്പിളോ ആയിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഗ്യാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഏമ്പക്കമാവാം, വയർ സ്തംഭനാവസ്ഥയാവാം, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കീഴ്ശ്വാസം പോകുന്നതായിരിക്കാം. ഇതിൻ്റെ പ്രധാനമായും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. നമ്മൾ ജോലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും നമ്മൾ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുകയും അതേസമയം നമ്മൾ തെറ്റി ഭക്ഷണം കഴിക്കുക, അതായത് നമ്മൾ രാത്രികളിൽ കൂടുതലായി അമിത ഭക്ഷണം കഴിക്കുക, എരിവുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുക, ജങ്ക് ഫുഡ്സ് കൂടുതൽ കഴിക്കുക, പുകവലി, മദ്യപാനം, വ്യായാമമില്ലായ്മ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. വെള്ളം കൂടി കുറയുക, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഗ്യാസ് ഫോർമേഷനിലേക്ക് വഴിതെളിക്കാം. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ കൂടുതലായി കണ്ടുവരുന്നത് പുറമേ നിന്നുള്ള ഭക്ഷണ രീതികൾ കൂടുതലായി കണ്ടുവരുന്നു. കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ബേക്കറി ഫുഡുകളും ഹോട്ടൽ ഫുഡുകളിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അവർ ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഒരു വയറ് കമ്പിച്ച അവസ്ഥയിൽ നമ്മളെ കാണാൻ വരുന്നു. ഇതൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. കാരണം വെച്ചാൽ നമ്മൾ ഗ്യാസ് ട്രബിൾ, പല അസുഖങ്ങളും ഗ്യാസ് ട്രബിളായിട്ട് വരാം. കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഭക്ഷണശൈലി കൊണ്ട് ആണെങ്കിലും ചില അസുഖങ്ങൾ, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ മൈഗ്രെയിൻ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, ഹൃദ്രോഗം, ചിലപ്പോൾ ന്യൂമോണിയ, ലിവറിൻ്റെ അസുഖങ്ങൾ, കുടലിലുണ്ടാവുന്ന ക്യാൻസറുകൾ, കുടലുണ്ടാവുന്ന മറ്റ് IBD പോലത്തെ അസുഖങ്ങൾ, ഇതെല്ലാം തന്നെ ഗ്യാസായിട്ട് നോക്കുക. അപ്പോൾ ഏതൊക്കെ ഗ്യാസ് ഫോർമേഷൻ അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാകുന്ന അവസ്ഥകളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം അതിനകത്ത് ഹൃദ്രോഗം തന്നെയാണ്. പുതുതായി ഒരാൾക്ക് അല്ലെങ്കിൽ നമുക്കൊരു പ്രായമായിട്ടുള്ള ഒരാൾക്ക് ഒരു ഗ്യാസ് അനുഭവപ്പെടുകയാണ്, ഒരു നെഞ്ചത്തൊരു അസ്വസ്ഥത, അല്ലെങ്കിൽ ഒരു വിമ്മിഷ്ടം, ഒരു ഗ്യാസ് കെട്ടിക്കിടക്കുന്ന പോലെ വരികയാണ്, അദ്ദേഹത്തിന് ഷുഗർ ഉണ്ടെങ്കിൽ, കുറേ നാളായി ഡയബറ്റിക് ആണ്, അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരാളാണ്, പുകവലിക്കുന്ന ഒരാളാണ്, ഫാമിലിയിൽ കുടുംബത്തിൽ ഹൃദ്രോഗമുള്ള ഒരു ആളാണ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളൊരു ഗ്യാസ് ട്രബിൾ വന്നു കഴിഞ്ഞാൽ ഉടനടി ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ ഹൃദ്രോഗത്തിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് ഹൃദ്രോഗം ഇല്ലയെന്ന് ഉറപ്പുവരുത്താനാണ്. കാരണം നമ്മൾ രോഗനിർണയം വൈകി കഴിഞ്ഞാൽ ഹൃദ്രോഗം ചിലപ്പോൾ നമ്മുടെ ജീവനെടുക്കും. അപ്പോൾ ഒരു ഗ്യാസ് ട്രബിൾ, സാധാരണ ഗ്യാസ് ട്രബിൾ ആണെങ്കിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. പക്ഷേ ഹൃദ്രോഗം നമ്മൾ നേരത്തെ രോഗനിർണയം ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ സ്ത്രീകളിലുണ്ടാകുന്ന ഗ്യാസ് ട്രബിൾ, അവരൊരു ഗ്യാസ് കുടുങ്ങിയമാരെ ബുദ്ധിമുട്ടുകളായിട്ട് വരാറുണ്ട്. അപ്പോൾ അത് എപ്പോഴും ഒരു പിത്തസഞ്ചിയിൽ നിന്ന് കല്ല് താഴേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ലക്ഷണമാവാം. പലപ്പോഴും ആൾക്കാർ ഗ്യാസാന്ന് വെച്ചിട്ട് മരുന്നുകൾ കഴിക്കും. അപ്പോൾ ഇത് നമ്മൾ പിത്തസഞ്ചിയിലെ കല്ലുകൾ നമ്മളൊരു സ്കാനിങ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും മിസ്സായി പോകും. അപ്പോൾ ആ പ്രസവശേഷം വരുന്ന ഒരു ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ ഒരു ഗ്യാസ് കുടുങ്ങുന്നൊരവസ്ഥ എപ്പോഴും ഒരു പിത്തസഞ്ചിയിലെ കല്ല് ഇല്ല എന്ന് 100% ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ ചികിത്സ മുന്നോട്ട് തുടങ്ങുന്നതിന് അർത്ഥമുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മൾ ഗ്യാസ് ട്രബിളിൻ്റെ കൂടെ കാണേണ്ട ചില ലക്ഷണങ്ങൾ. നമുക്ക് ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, നമ്മുടെ ഒരു വിശപ്പില്ലായ്മ വരെയാണ്, നമുക്കൊരു ഒരു താല്പര്യമില്ല ഒന്നിനും, ശരീരം കുറച്ച് ക്ഷീണിച്ചു വരുന്നു, വയറ്റിൽ നിന്ന് പോകുന്നതിൽ കറുപ്പ് നിറം കാണാണ്, വയറ്റിൽ നിന്ന് പോകുന്നതിൽ ബ്ലഡിൻ്റെ അളവ് കാണുന്നുണ്ട്, കുറച്ച് നാളായിട്ട് നമുക്ക് വയറ് സ്തംഭനാവസ്ഥ, വയറ്റിൽ നിന്ന് ശരിക്കും പോകുന്നില്ല. ഈ വക ലക്ഷണങ്ങൾ നമ്മളെപ്പോഴും ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തീർച്ചയായും നോക്കേണ്ടതാണ്. കാരണം പലപ്പോഴും ഇതൊരു ഉള്ളിലെ ഒരു അസുഖത്തിൻ്റെ ഭാഗം തന്നെയായിരിക്കാം. ചിലപ്പോൾ ഒരു ക്യാൻസർ പോലത്തെ അസുഖങ്ങളോ, അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് പോലുള്ള അസുഖങ്ങളോ, അല്ലെങ്കിൽ ഒരു ക്രോണിക് കിഡ്നി ഡിസീസോ ക്രോണിക് ലിവർ ഡിസീസോ എന്തോ നമുക്ക് ഗ്യാസിൻ്റെ രൂപത്തിൽ വരാവുന്നതാണ്. പിന്നെ ഏറ്റവും പുതുതായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അനാവശ്യമായി മരുന്നുകൾ കഴിക്കുന്ന ഒരു പ്രവണത മലയാളികളിൽ കാണുന്നുണ്ട്. നമ്മൾ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും നമുക്ക് വ്യായാമം ചെയ്യാതെയോ നമുക്ക് ഭക്ഷണശൈലി മാറ്റാതെയോ അവിടെയും ഇവിടെയും കാണുന്ന മരുന്നുകൾ വാങ്ങിച്ച് കഴിയുക. കാരണം ഇഷ്ടംപോലെ നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മരുന്നുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. നമ്മളിങ്ങനെ ഓരോ തൊട്ടതിനും പിടിച്ചതിനൊക്കെ മരുന്നുകൾ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ ലിവറും കിഡ്നിയൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അനാവശ്യമായ മരുന്നുകൾ കഴിക്കുന്നത് മൂലം ഈ ഗ്യാസ് ഫോർമേഷൻ വരാം. ഇത്രയാണ് ഗ്യാസ് ട്രബിളിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇനിയും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വർഷം വരികയാണ്. നമുക്ക് നല്ലൊരു ആരോഗ്യ ജീവിതം ശൈലി പിന്തുടരാം. ഗ്യാസ് ഫോർമേഷൻ വിമുക്തമാവട്ടെ. നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കാം, സമയത്ത് ഭക്ഷണം കഴിക്കാം, ലേറ്റ് ആയിട്ടുള്ള കഴിക്കുന്ന ഫുഡുകൾ ഒഴിവാക്കാം, സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കാം, വീട്ടിൽ നിന്ന് കൂടുതൽ ഭക്ഷണം കഴിക്കുക, വെള്ളം നന്നായി കുടിക്കുക, നോൺ വെജ് കഴിച്ചുള്ളൂ, അതിൻ്റെ കൂടെ പച്ചക്കറിയും കഴിക്കുക, ഇങ്ങനെയുള്ള മരുന്നുകൾ കുറച്ച് കുറയ്ക്കുക. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് ഈ 2018 തുടങ്ങാം.